ഹലോ നമസ്കാരം. അപ്പോൾ തുടക്കത്തിൽ തന്നെ ഇലയാണ് കണ്ടത്. ഇല കൊണ്ട് എന്താണ് പരിപാടി എന്ന് ചോദിച്ചാൽ ഇലയിൽ നിന്നും എങ്ങനെ ഇനം തിരിച്ചറിയാം എന്നുള്ളതാണ് ഞാനിന്ന് പങ്കുവയ്ക്കാൻ പോകുന്നത്. ചെറിയൊരു അറിവ് നിങ്ങളോട് പങ്കുവയ്ക്കാം. എങ്ങനെ ഒരു ഇല കണ്ട് ആ ഇനത്തെ എങ്ങനെ തിരിച്ചറിയാമെന്ന്. അപ്പോൾ ആദ്യം തന്നെ എൻ്റെ കയ്യിലിരിക്കുന്നത് ഒരു ഇലയാണ്. ഇത് ഏത് ക്ലോണാണെന്ന് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ടാവും അറിയാവുന്നവർക്ക്. ഇത് ഒരു നാടൻ മരം, അതായത് ഒരു ഇനത്തിലും പെടാത്ത പഴയ നാടൻ മരത്തിൻ്റെ ഇലയാണ്. ഇച്ചിരി കഷ്ടപ്പെട്ട് ഒപ്പിച്ചതാണ് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. എന്നാലും ഇതാണ് നാടൻ മരത്തിൻ്റെ ഇല. ഇനി ബാക്കിയുള്ള ഇലകൾ വെച്ചാൽ, അല്ലെങ്കിൽ ബാക്കിയുള്ള ക്ലോണിൻ്റെ ഇലകൾ വെച്ചാൽ ഇതിൻ്റെ വ്യത്യാസം ക്ലിയറായിട്ട് കാണിച്ചു തരാം. അപ്പോൾ 3 ഇനം, അതായത് 3 രീതിയിലുള്ള തൈകളാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഇതിലൊന്ന് 430, 235, 105. പിന്നെ ഇത് നമ്മുടെ തനി നാടൻ മരം, തനി നാടൻ വീട്ടിൽ ഊണെന്നൊക്കെ പറയും പോലെ തനി നാടൻ മരം ആണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. RRI 430ൻ്റെ ഇലയാണിത്. ഇതിൻ്റെ പ്രത്യേകത ഒരു ഇച്ചിരി ഉരുണ്ട ഇലയായിരിക്കും. അതായത് എന്നെ പോലെയൊക്കെ ഇച്ചിരി ഉരുണ്ടായിരിക്കും ഇരിക്കണേ. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ ഞരമ്പെന്ന് പറയുന്ന ഈ ഭാഗമൊക്കെ ക്ലിയറായിട്ട് മഞ്ഞ കളറിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അത് എല്ലാത്തിൻ്റെയും കാണാൻ സാധിക്കും, എന്നാലും അതിനൊരു ചെറിയ പ്രത്യേകതയുണ്ട്. അപ്പോൾ ഇച്ചിരി ഉരുളിമ കൂടി നീളം കുറഞ്ഞ് ഉണ്ടപ്പോൾ ഏകദേശം നമ്മുടെ പ്ലാവിൻ്റെ ഇല പോലെയൊക്കെ ഇരിക്കുന്ന ഉരുണ്ട ഇലയാണ്. ഏകദേശം പ്ലാവിൻ്റെ ഇല എന്ന് വേണേൽ പറയാം. ഇരിക്കുന്ന ഇലയാണ് 430. അപ്പോൾ അങ്ങനെയാണ് ഈ മരത്തെ തിരിച്ചറിയാൻ സാധിക്കുള്ളൂ. ഇത് കണ്ടോ, ഇതെന്തോ നമ്മൾ നാടൻ മരം നമ്മളെ വ്യത്യാസം കണ്ടോ. 430 ഒരു ഗുണം എന്ന് വെച്ചാൽ നമുക്ക് മരം നല്ലോണം നോക്കുവാണെങ്കിൽ 7-ാം വർഷം ഒരേപോലെ കത്തി വയ്ക്കാൻ പറ്റും. അതായത് എല്ലാ മരത്തിനും ഒന്നിച്ച് ഒരേപോലെ വളർന്നു വരും. അതാണ് 430ൻ്റെ പ്രത്യേകത. അത്യാവശ്യം പാലും ഉണ്ട്, വലിയ കുഴപ്പമില്ല, അത്യാവശ്യം തടിയുണ്ട്. അങ്ങനെയൊക്കെയാണ് ഈ 430ൻ്റെ ഗുണം പറഞ്ഞാൽ. പിന്നെ നമുക്ക് PV 235 235ൻ്റെ ഇലയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് കണ്ടോ, നാടൻ മരം പോലെ തന്നെയായിരിക്കും. കണ്ടോ, നാടൻ മരം പോലെ തന്നെയായിരിക്കും 35ൻ്റെ ഇല. അപ്പോൾ ഈ 35ൻ്റെ, അതായത് 230 PV 235 ഇതിൻ്റെ ഇലയുടെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഇത് കാര്യം ഈ 430ൻ്റെ പറഞ്ഞാൽ നമുക്ക് ഈ തൈ അങ്ങ് മാറ്റി വയ്ക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാം കൺഫ്യൂഷൻ ആവും. ഇത് കണ്ടോ, ഇതിൻ്റെ കളർ വ്യത്യാസമുണ്ട്. അതായത് ഏത് മരത്തിനെ അപേക്ഷിച്ചും 230 PV 235ന് ഒരു ലേശം മഞ്ഞപ്പ്, ഒരു യെല്ലോ ഷെയ്ഡ് കൂടുതലായിരിക്കും പൊതുവെ. അതാണ് 235ന് ഒരു ചെറിയൊരു മഞ്ഞപ്പുണ്ടാവും. ഇതിന് വലുപ്പ വ്യത്യാസം ഉണ്ടാവും, ഇതും ഉണ്ടാവും. കണ്ടോ, നമ്മൾ 230ൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, മരത്തിന് തുടക്കത്തിൽ പാൽ ഉണ്ടാവില്ല. തുടക്കത്തിൽ പാലെന്ന് പറഞ്ഞാൽ ഒരു 10 വർഷം അല്ലെങ്കിൽ ആവണം മരത്തിന് പാലാവണമെങ്കിൽ. പക്ഷേ പാലായാൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ല, ആ സൈസ് പാലായിരിക്കും. അത് അവസാനം വരെ മരം മൂക്കും തോറും പാൽ കൂടി നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളത്. എന്നാലും നമ്മൾ ഈ ഇലയുടെ കാര്യം പറയുന്നതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു വന്നേ ഉള്ളൂ. അതാണ് അങ്ങനെ നമുക്ക് 230നെ തിരിച്ചറിയാം. അപ്പം 230നെ നിങ്ങൾക്ക് തിരിച്ചറിയാറായി. അപ്പം നമുക്കതും പയ്യെ മാറ്റി വയ്ക്കാം, കൺഫ്യൂഷൻ ആവണ്ട. ഇനി നമ്മുടെ എല്ലാമായ 105, നമ്മുടെ പഴയ 105ൻ്റെ ഇല എന്ന് പറഞ്ഞാൽ നീണ്ടതുമല്ല എന്നാൽ ഉരുണ്ടതുമല്ല, അങ്ങനത്തെ ഒരു രീതിയിലാണ്. കണ്ടോ, തുടക്കം തൊട്ട് ഇവിടം തൊട്ടൊരു മെലിഞ്ഞ് പോയിട്ട് അടിയിലേക്കായിരിക്കും ഈ 105ൻ്റെ ഇലയ്ക്ക് ഉരുളിമ കൂടുതൽ. അങ്ങനെയാണ് 105ൻ്റെ ഇല. അതായത് നമ്മുടെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ആടിൻ്റെയൊക്കെ ആടിൻ്റെ ചെവി കിടക്കില്ല, ആ ഒരു രീതിയിലായിരിക്കും. അതായത് തുടക്കം തൊട്ട് ഷേപ്പ് ഉണ്ടാവില്ല, അത് മെലിഞ്ഞ് വന്നിട്ട് താഴേക്ക് ഇങ്ങനെ. ആടിൻ്റെ അങ്ങനെയല്ലേ, അതേ തോന്നുന്നു, ഞാൻ കണ്ടിട്ടുള്ളത് അങ്ങനെയൊക്കെ കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് 105ൻ്റെ ഇല തിരിച്ചറിയാൻ പറ്റുള്ളൂ. 105 പ്രത്യേകത വെച്ചാൽ 105 മരം നമുക്ക് കയറ്റിക്കൊണ്ട് വരാൻ പാടായിരിക്കും. നമുക്കത് ഇതിന് മെയിൻ്റെനൻസ് ആയാലും നമ്മൾ ശരിക്കും കഷ്ടപ്പെടേണ്ടി വരും 105ൻ്റെ മരം കയറി വരാൻ. പക്ഷേ 105ൻ്റെ മരം 10 എണ്ണം വെച്ചിട്ട് 5 എണ്ണം കയറി വന്നുള്ളെങ്കിലും ആ 5 എണ്ണം മുതലായിരിക്കും. അതുപോലെ ഭയങ്കര DRC ഉള്ള ഒരു മരമാണ് RRI 105. അപ്പോൾ ഈ തിരിച്ചറിയൽ പരേഡിൻ്റെ പരിസമാപ്തിയിൽ നിങ്ങൾക്ക് ഇല കണ്ട് തിരിച്ചറിയാറായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പുതിയ വീഡിയോയിൽ പുതിയ കാര്യങ്ങളായി വീണ്ടും കാണാം. താങ്ക് യു.